നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു അപകടമാണ് അറബിക്കടലിൽ നമ്മുടെ തീരത്ത് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഇന്ധനവുമായി പോയ ഒരു കാർഗോ ഷിപ്പ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ കപ്പൽ വലിയ തോതിൽ ചരിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് നിരവധി കാർഗോകൾ കടലിലേക്ക്, അതും അപകടകരമായ ഇന്ധനമടങ്ങിയ കാർഗോകൾ കടലിലേക്ക് പോയിരിക്കുന്നു. അതിന് ലീക്ക് സംഭവിച്ചിരിക്കുന്നു. കടലിലേക്ക് ആ ഇന്ധനം പടരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ദുരന്ത നിവാരണ അതോറിറ്റി തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദേശങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നിലവിൽ കോസ്റ്റ് ഗാർഡ് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ആ മറിഞ്ഞ കപ്പലിൽ അല്ലെങ്കിൽ ചരിഞ്ഞ കപ്പലിനുള്ളിൽ 15 മനുഷ്യരുണ്ട്. ആ 15 മനുഷ്യരെയും അവർക്കൊരു ഹാനിയും സംഭവിക്കാതെ അവരെ ആ കപ്പലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള നടപടിയാണ് കോസ്റ്റ് ഗാർഡ് ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി അവർ എയർക്രാഫ്റ്റുകളും കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. 9 പേർ നിലവിൽ ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. ആ സജ്ജീകരണങ്ങളാണ് അവർ ഉപയോഗിച്ചത്. നമുക്ക് ആ കപ്പൽ ഒന്ന് പരിചയപ്പെടാം. ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ ഇതാണ്. ആ കപ്പലിൻ്റെ ചിത്രം. ഈ കപ്പൽ പുറപ്പെട്ടത് ഇന്നലെ 23-ാം തീയതി വൈകിട്ട് 4:30 വിഴിഞ്ഞം തീരത്ത് നിന്നാണ് പുറപ്പെട്ടത്. ആ കപ്പൽ എത്തേണ്ടിയിരുന്നത് കൊച്ചിയിലാണ്. ഇന്ന് വൈകുന്നേരത്തോടെ കൊച്ചി പോർട്ടിൽ എത്തേണ്ട കപ്പലാണിത്. ആ കപ്പലിൻ്റെ നമ്മുടെ ഈ വെസൽ ഫൈൻഡറിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ആ കപ്പൽ ആ ഭാഗത്ത് അപകടത്തിൽ കിടക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ കപ്പൽ MSC എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പലാണ്. അത് 1997 ഏതാണ്ട് 28 വർഷം മുമ്പ് നിർമ്മിച്ച കപ്പലാണ്. അത് ലൈബീരിയയുടെ ഫ്ലാഗ് ഉള്ള കപ്പലാണ്. അത് 11.7 നോട്ട് സ്പീഡിലാണ് അത് സെയിൽ ചെയ്തുകൊണ്ട് ഇരുന്നത്. അത്തരം വിവരങ്ങളാണ് ഈ വെസൽ ഫൈൻഡറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു യാത്രക്കിടയിലാണ് കൊച്ചിയിലേക്കുള്ള, അതായത് ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ന് കൊച്ചിയിൽ എത്താനിരുന്ന കപ്പൽ, ആ യാത്രയിൽ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അപകടം സംഭവിച്ചു. ആ അപകടം സംഭവിച്ച ഉടൻ തന്നെ ആ കപ്പലിൽ നിന്ന് ജീവനക്കാർ കോസ്റ്റ് ഗാർഡിന് വിവരം കൈമാറുന്നു. വളരെ വേഗത്തിൽ കോസ്റ്റ് ഗാർഡ് ആ വിവരം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കുന്നു. അതിവേഗത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ഒരു ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുന്നു. അപകടകരമായ വസ്തുക്കളടങ്ങിയ കാർഗോകൾ നമ്മളുടെ തീരത്ത് കപ്പലിൽ നിന്ന് വീണു പോയിട്ടുണ്ട്. അത് തീരദേശത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. എണ്ണപ്പാടകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത പുലർത്തണം. ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്, കാരണം ഇപ്പൊ 2 വസ്തുക്കൾ MGO ആണല്ലോ, മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും ഈ പറയുന്ന രീതിയിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. കാരണം പ്രാഥമികമായി ലഭിക്കുന്ന ഈ 2 വസ്തുക്കൾ എന്നുള്ളതാണ്. അപ്പോൾ അത് ജലത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ, അങ്ങനെ എന്തെങ്കിലും പുതുതായിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ? നേരത്തെ ഫ്ലെയിമബിൾ ആണോ എന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. സംശയങ്ങളാണ്, അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി അത് സ്ഥിരീകരിക്കേണ്ടത് ബന്ധപ്പെട്ടവരാണ്, അവിടെ പരിശോധന നടത്തുന്നവരാണ്. അപ്പോൾ എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്, അതൊക്കെ ഒരു ആശങ്കയായി മാറുന്നുണ്ടോ? നിർവീര്യമാക്കാനുള്ള സാധ്യതകൾ, പരിശോധനകൾ അതൊക്കെ സാധാരണഗതിയിൽ എത്രത്തോളമാണ്? പ്രജീഷ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കൺഫർമേഷൻ അനുസരിച്ച്, അത് കോസ്റ്റ് ഗാർഡാണ് ആ കൺഫർമേഷൻ നടത്തിയത്. ആ കൺഫർമേഷൻ അനുസരിച്ച് മറൈൻ ഗ്യാസ് ഓയിലും ലോ സൾഫർ ഫ്യൂവൽ ഓയിലും ഒപ്പം തന്നെ ഹൈ ഡെൻസിറ്റി ഡീസലുമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്. അതിന് ചെറിയ തോതിൽ ലീക്കേജുകളും സംഭവിച്ചിട്ടുണ്ട് കടലിൽ വെച്ച്. അപ്പോൾ കടലിൽ അത് പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇന്ധനം കടലിൽ പരന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ പരിസ്ഥിതി പ്രശ്നങ്ങളും ഒപ്പം തന്നെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ ഹാനികരമായ അവസ്ഥയും ഉണ്ടാകും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് പർട്ടിക്കുലറായിട്ട് നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്.